ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കൂടെ ഒരു റിവ്യൂ ആണ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് കേട്ടോ. ഞാൻ കുറേ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് ഈ അടുത്ത കാലത്ത് ഭയങ്കരമായിട്ടും വൈറലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 6-7 മാസമായിട്ടാണ് ഈ പ്രൊഡക്റ്റ് എല്ലാവരും എന്ന് വെച്ചാൽ കുറേ പേര് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാനിതൊരു 9th സ്റ്റാൻഡേർഡ് മുതൽക്ക് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം എൻ്റെ 13-14 വയസ്സ് മുതൽ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രൊഡക്റ്റാണ് നമ്മുടെ നാൽപ്പാമരാതി തൈലം. നാൽപ്പാമരാതി തൈലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചെറിയ കുട്ടികളും വലിയ ആളുകളും ഒക്കെ ഒരേപോലെ യൂസ് ചെയ്യുന്ന ഒരു ഓയിലാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു 13-14 വയസ്സ് മുതൽക്ക് തന്നെ നാൽപ്പാമരാതി തൈലം യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇടയ്ക്കൊരു ബ്രേക്ക് വരും, അങ്ങനെ ഇടയ്ക്ക് യൂസ് ചെയ്യും, ഇടയ്ക്ക് യൂസ് ചെയ്യില്ല, അങ്ങനെയായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഈ അടുത്ത കാലത്താണ് മനസ്സിലാക്കുന്നത്. എൻ്റെ അടുത്ത കാലത്ത് പറഞ്ഞാൽ കഴിഞ്ഞൊരു 2 വർഷത്തിലാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ നിങ്ങളുടെ കൂടെ ഇന്ന് ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഇത് യൂസ് ചെയ്താൽ വരുന്ന പ്രശ്നങ്ങളും എല്ലാം തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഓയിലിൽ വന്നിട്ട് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്, അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ ഇത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന് കുറേ അധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ സ്കിന്നിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ എല്ലാവർക്കും അറിയോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഒരു 50% ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ല ഇത് എങ്ങനെയാണ് പ്രോപ്പറായി യൂസ് ചെയ്യുക എന്നുള്ളത്. ഞാനും മുന്നേ ഒരുപാട് മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റേതായിട്ടുള്ള ഒരുപാട് സ്കിൻ പ്രോബ്ലംസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാത്തിനെയും പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം. ഫസ്റ്റ് തന്നെ എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കിലേക്ക് നമുക്ക് കിടക്കാം. നാൽപ്പാമരാതി തൈലും അതേപോലെ കേര തൈലം എന്ന് പറഞ്ഞിട്ട് 2 സംഭവങ്ങളുണ്ട് കേട്ടോ. അതായത് ഇതാണ് നാൽപ്പാമരാതി തൈലം. ഇതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നാൽപ്പാമരാതി കേര തൈലം എന്ന് പറഞ്ഞിട്ട് ഒരു ഓയിലും കൂടി ഉണ്ട്. അപ്പോൾ നാൽപ്പാമരാതി കേര തൈലം നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല കേട്ടോ. യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് വളരെ മോശമായിട്ടുള്ളൊരു സാധനമാണെന്നല്ല പറയുന്നത്. പക്ഷേ അത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ചില ആൾക്കാരുടെ സ്കിന്നിന് അത് ഒട്ടും പറ്റില്ല. കാരണം അതിൽ കണ്ടൻറ്റ് എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിലാണ്. ഈ കോക്കനട്ട് ഓയിൽ പല ആൾക്കാരുടെ സ്കിന്നിലും അങ്ങനെ നല്ലതായിട്ടല്ല വരിക കേട്ടോ. അപ്പോൾ എൻ്റെ സ്കിന്നിൽ എനിക്കുണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ മൊളി എന്ന് പറയും, നിങ്ങൾക്ക് അതിന് വേറെ വാക്കെന്ന് എനിക്കറിയില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ മൊളി എന്നാണ് അതിന് പറയുക. അതായത് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ഒരു വിള്ളൽ പോലെ വരുന്നതിനാണ് മൊളി എന്ന് പറയും. ഡ്രൈനെസ് അതേപോലെ ഒരു വിള്ളൽ പോലെ വരുന്നതിന് അങ്ങനെ എൻ്റെ സ്കിന്നിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു നാൽപ്പാമരാതി കേര തൈലം യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് കോക്കനട്ട് കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട്, കോക്കനട്ട് ഓയിലിൻ്റെ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് ഞാൻ അന്ന് മുതൽ നാൽപ്പാമരാതി കേര തൈലം യൂസ് ചെയ്യാറില്ല കേട്ടോ. നാൽപ്പാമരാതി തൈലാണ് യൂസ് ചെയ്യാറുള്ളത്. ശരിക്കും ഇതിൻ്റെ ബെനിഫിറ്റ് ഞാൻ അറിഞ്ഞത് എൻ്റെ ഡെലിവറിക്ക് ശേഷമാണ് കേട്ടോ. അതുവരെ എൻ്റെ സ്കിന്നിൽ അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഒരു ബ്രൈറ്റ്നെസ്സോ ഈ പറയുന്ന പോലത്തെ അങ്ങനെ ഒരു ഗ്ലോയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ എത്രയോ കാലം യൂസ് ചെയ്തിട്ടുണ്ട്, ഇടവിട്ടിട്ടാണെങ്കിൽ ഞാൻ കുറേ കാലം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ബ്രൈറ്റ്നെസ്സോ ഗ്ലോയോ അങ്ങനെ അങ്ങ് തിളങ്ങുന്ന ഒരു ഫീലൊന്നും എനിക്ക് കിട്ടിയിട്ടേ ഇല്ല ഈ ഒരു സംഭവം യൂസ് ചെയ്തിട്ട്. ഞാനാണെങ്കിൽ ബോഡി കംപ്ലീറ്റ്ലി, അതായത് കൈയും കാലൊക്കെ അപ്ലൈ ചെയ്യായിരുന്നു ആ സമയത്ത്. പക്ഷേ എനിക്ക് അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കുറച്ചും കൂടി ഡാർക്ക് ആവുന്ന പോലെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് കാലം യൂസ് ചെയ്ത് പിന്നെ ഒരു ബ്രേക്ക് വിടും, അതിനുശേഷം വീണ്ടും എനിക്ക് യൂസ് ചെയ്യണം എന്ന് തോന്നുമ്പോൾ വീണ്ടും യൂസ് ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു, കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നില്ല കേട്ടോ. ബ്രേക്കും ചില സമയത്ത് യൂസ് ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ എൻ്റെ ഡെലിവറിക്ക് ശേഷം ഞാൻ ഇതിനെപ്പറ്റി കുറേ അധികം അറിഞ്ഞു. കാരണം ഞാൻ ഡെലിവറിക്ക് ആക്ച്വലി ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്നിട്ടാണ് 14 ദിവസം ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവിടുത്തെ ചേച്ചിമാരൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. അങ്ങനെ ചേച്ചിമാരൊക്കെ ആയിട്ട് ഒരുപാട് സംസാരിക്കുമായിരുന്നു. അതായത് എൻ്റെ ഉഴിച്ചിലൊക്കെ നടത്തുന്ന ചേച്ചിമാരൊക്കെ ആയിട്ട് കുറേ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ ചേച്ചിമാരാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സും അതേപോലെ ഇതെങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. കാരണം നമ്മൾ ഡെലിവറിക്ക് ശേഷം നാൽപ്പാമരാതി തൈലം യൂസ് ചെയ്തിട്ടാണ് മേലൊക്കെ അപ്ലൈ ചെയ്തിട്ടൊക്കെയാണ് കുളിക്കുന്നത്, ചൂടുവെള്ളത്തിലൊക്കെയാണല്ലോ കുളിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഇങ്ങനെ തൈലം അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ആ ചേച്ചിമാരെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ആ ചേച്ചിമാരാണ് എനിക്ക് ഒരുപാട് ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് പ്രോപ്പറായിട്ട് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് എല്ലാവരും അറിയണം. ചില ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നത് രാവിലെ സമയങ്ങളിലായിരിക്കും. രാവിലെ സമയങ്ങളിൽ ഇത് യൂസ് ചെയ്യുന്നതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പകൽ സമയം, അതായത് രാവിലെ നിങ്ങളിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഈവനിങ് ടൈം നിങ്ങൾ പ്രിഫർ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നമ്മളെ സ്കിന്നിൽ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് നമ്മൾ കുളിച്ചത് പോക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കണ്ടൻറ്റ് എപ്പോഴും നമ്മുടെ സ്കിന്നിൽ തന്നെ ഉണ്ടാവും. സോ അത് ആയിട്ട് നമ്മൾ
എത്ര സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് പോയാലും ചെറുതായിട്ടെങ്കിലും നമ്മുടെ സ്കിന്നൊന്ന് ഡള്ളാവാനും ടാൻഡ് ആവാനും ചാൻസസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മളൊരു ആയുർവേദിക് ഓയിൽ അപ്ലൈ ചെയ്തിട്ടാണ് പോണത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം നമ്മുടെ സ്കിന്നിൽ എന്തായാലും വരും. പ്രത്യേകിച്ചും കണ്ടിന്യൂസ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്ത് വെയിലത്തോട്ട് ഇറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ടാൻഡ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നാൽപ്പാമരാതി തൈലം യൂസ് ചെയ്യുന്ന ടൈമിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തുക. രാവിലെ യൂസ് ചെയ്യാണ്ട് അത് വൈകുന്നേരം, ഈവനിങ് ടൈം നിങ്ങൾ കുളിക്കുകയോ മേലെ കഴുകുകയോ ചെയ്യുന്ന സമയം നിങ്ങൾ യൂസ് ചെയ്യുക. അതായിരിക്കും ബെസ്റ്റ് ടൈം. അതാകുമ്പോൾ നമ്മൾ വീട്ടിനുള്ളിൽ തന്നെ, അല്ല നമ്മൾ പുറത്ത് പോയെങ്കിൽ കൂടിയിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് നമുക്ക് കിട്ടുന്നില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈവനിങ് ടൈമാണ് ബെസ്റ്റ് ടൈം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിന്നിൽ അങ്ങനെ ടാനൊക്കെ വരാനുള്ള ചാൻസസ് കുറവാണ്. അതിൻ്റെ കറക്റ്റ് ഒരു എഫക്റ്റും നിങ്ങളുടെ സ്കിന്നിൽ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് കുറേ ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്കാണ് നാൽപ്പാമരാതി തൈലം എന്ന് മാത്രമല്ല ഓയിൽ കണ്ടൻറ്റ് ഉള്ള സാധനങ്ങൾ മുഖത്ത് തേച്ച് കിടന്നുറങ്ങുന്ന പരിപാടി. അത് വളരെ ഡേഞ്ചറസ് ആണ് നമ്മുടെ സ്കിന്നിന്. ഇപ്പോൾ നമ്മൾ നാൽപ്പാമരാതി തൈലം അപ്ലൈ ചെയ്തതിന് ശേഷം കിടന്നുറങ്ങാൻ പോയി കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ആയിരിക്കും നമ്മൾ അത് വാഷ് ഓഫ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നിങ്ങളെ പോഴ്സിൻ്റെ ഉള്ളിലൊക്കെ ഈ ഒരു ഓയിൽ വന്നിങ്ങനെ ഡെപ്പോസിറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. ആൻഡ് പിമ്പിൾസും ബ്രേക്കൗട്ട്സ് ഒക്കെ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് കേട്ടോ. നിങ്ങൾ ആ ഒരു തെറ്റ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. 20 to 30 മിനിറ്റ്സ് ആണ് ഇത് അപ്ലൈ ചെയ്ത് നമ്മൾ നിൽക്കേണ്ട ടൈം. അതിലും കൂടുതൽ നിങ്ങൾ നിൽക്കാണ്ടിരിക്കുക. കാരണം എന്ന് വെച്ചാൽ ചില സമയത്ത് നമുക്ക് ഇറിറ്റേഷൻസും അതേപോലെ പിമ്പിൾസൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് കൂടുതൽ ടൈം നമ്മൾ നമ്മളെ ഫേസിലൊക്കെ വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്കിൻ ടൈപ്പ് അറിഞ്ഞിട്ട് മാത്രം നിങ്ങളിത് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ഒരു അമൗണ്ടിലെടുത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ല, നിങ്ങൾക്ക് ഭയങ്കര ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് ഒരു വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അത് മാത്രമല്ല ഒരുപാട് ടൈം നിങ്ങളുടെ ഫേസിൽ അത് വെക്കാനും പാടില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ നിങ്ങൾ കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിലും കുഴപ്പമില്ല, ഒരു ചെറിയൊരു എമൗണ്ട് എടുക്കുക, നിങ്ങൾ അപ്ലൈ ചെയ്യുക, നോർമലി വാഷ് ചെയ്ത് കളയാം, അതിനൊന്നും പ്രശ്നം. പക്ഷേ ഓയിലി സ്കിന്നുള്ളവർ മാത്രം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ആഗ്നീസ് ഒക്കെ വരുന്ന സ്കിന്നാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഓയിൽ പറ്റാത്ത ആൾക്കാർ നിങ്ങൾ ഒരിക്കലും അപ്ലൈ ചെയ്ത് പിമ്പിൾസോ ബ്രേക്കൗട്ട്സോ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതിൽ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് കുറച്ച് ഡിഫക്ട്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മൾ കഴുത്തിൻ്റെ താഴെയോ അവിടെ എവിടെയെങ്കിലും നിങ്ങളിത് കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സ് 30 മിനിറ്റ്സ് വെച്ച് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ റെഡ്നെസ് ഒക്കെ വരികയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാണ്ടിരിക്കുക കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പാച്ച് ടെസ്റ്റ് എന്തായാലും ചെയ്തിട്ടുണ്ടാവണം. ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല. ഈ സെൻസിറ്റീവ് സ്കിൻ അതേപോലെ ഓയിലി സ്കിന്നൊക്കെ ഉള്ള ആൾക്കാർ നന്നായി ശ്രദ്ധിച്ചിട്ട് മാത്രം യൂസ് ചെയ്യുക. കാരണം ഓയിൽസ് ചില ആൾക്കാരെ ഫേസിന് ഒട്ടും തന്നെ ചേരില്ല, പറ്റില്ല. അവർക്ക് കുറേ ഇറിറ്റേഷൻസ് ഒക്കെ ഫേസിൽ വരാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ യൂസസിലേക്ക് പോകാം. എനിക്ക് ആക്ച്വലി ഭയങ്കര അടിപൊളിയായി തോന്നിയിട്ടുള്ള പ്രൊഡക്റ്റാണ് നാൽപ്പാമരാതി തൈലം എന്ന് പറയുന്നത്. പക്ഷേ ഇത് ആയുർവേദിക് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് വളരെ സ്ലോ ആയിരിക്കും. നിങ്ങളൊരു 14 days ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം, എന്നാൽ മാത്രമാണ് ഇതിൻ്റെ റിസൾട്ട് അറിയുള്ളൂ. നിങ്ങൾ 14 days മസ്റ്റായിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവണം, എന്നാൽ മാത്രമാണ് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അല്ല, നിങ്ങൾ 2 days 3 days ഒക്കെ കഴിഞ്ഞ് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് ഒട്ടും തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊരു ആയുർവേദിക് പ്രൊഡക്റ്റും കൂടിയാണ്. ഇത് സ്ലോ ആയിട്ടാണ് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർവ് ആവുക. അത് മാത്രമല്ല നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെ മാറ്റി തരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ടാൻഡ് ആയിട്ടുണ്ട്, നിങ്ങൾ വെയിലത്തൊക്കെ പോയിട്ട് ചെറിയ ചെറിയ ബ്ലാക്ക് കളറിലൊക്കെ വന്നിട്ടുണ്ട് ഫേസിൽ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള റെമഡിയാണ്. എനിക്ക് നന്നായിട്ട് ഇത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഭയങ്കര അടിപൊളിയായി. ഇത് 6 മാസം മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും ഞാൻ പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നാൽപ്പാമരാതി തൈലം എന്ന് പറയുന്നത്. കാരണം ഇത് ഭയങ്കര അടിപൊളിയായിട്ട് നമ്മളെ സ്കിന്നിൽ വർക്ക് ചെയ്യും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഫേസിൽ മാത്രമല്ല, നിങ്ങൾ ബോഡി കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്യാം. എന്നിട്ട് 20 മിനിറ്റ്സ് 30 മിനിറ്റ്സിന് ശേഷം വാഷ് ചെയ്ത് കളയാം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നാൽപ്പാമരാതി തൈലം അപ്ലൈ ചെയ്ത് ഒരു 30 മിനിറ്റ്സിന് ശേഷം നിങ്ങൾ കടലപ്പൊടി അല്ലെങ്കിൽ ചെറുപയർ പൊടി യൂസ് ചെയ്ത് നിങ്ങളെ ഫേസ് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ആണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റ് ഉണ്ടാവും. സോപ്പ് യൂസ് ചെയ്യാണ്ട് കേട്ടോ, സോപ്പ് യൂസ് ചെയ്യാണ്ട് സോപ്പിന് പകരമായിട്ട് നിങ്ങൾ കടലപ്പൊടി അല്ലെങ്കിൽ ചെറുപയർ പൊടിയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. നിങ്ങളുടെ സ്കിന്ന് ഒന്നും കൂടി സോഫ്റ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആണ്. എനിക്കൊന്ന് 115 രൂപയാണ് കോട്ടയ്ക്കൽ ആയുർവേദശാലേൻ്റെ നാൽപ്പാമരാതി തൈലത്തിന് കോസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരുപാട് ആയുർവേദിക് ഷോപ്സിലൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. കോട്ടയ്ക്കലിനെ മാത്രമല്ല വേറെയും കുറേ ആയുർവേദിക് ഷോപ്പിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പം നല്ലത് ഏതാ നോക്കി നിങ്ങൾ ചൂസ് ചെയ്യുക. ഇത് കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, അപ്പോൾ നിങ്ങളൊരു പെർട്ടിക്കുലർ സ്കിൻ കെയർ ഒന്നും ഫോളോ ചെയ്യുന്നില്ല, എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റർ ആക്കണം, ഗ്ലോ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റാണ്. വേറൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് മാത്രം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടാവും. പിന്നെ ഇത് നിങ്ങൾ ബ്രേക്ക് ചെയ്യാണ്ടിരിക്കുക, നേരത്തെ പറഞ്ഞ പോലെ 14 ഡേയ്സ് കഴിഞ്ഞാൽ നിങ്ങൾ ബ്രേക്ക് ചെയ്യാണ്ടോ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കുക. അടിപൊളി റിസൾട്ട് ആയിരിക്കും. നിങ്ങൾക്കൊരു ഇന്നർ ഗ്ലോ ഉണ്ടാവും. അത് മാത്രമല്ല നമ്മളെ ഫേസ് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് അങ്ങനെ ഡ്രൈനെസ് ഒന്നും ഇല്ലാണ്ട് കൊണ്ടുപോകാനായിട്ട് അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡു കമൻറ്റ്. പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.